നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. നാവികസേനയ്ക്കായി പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ കെൽട്രോൺ 97 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. എരഞ്ഞോളിയിൽ ബോംബ് സ്ഫോടനം നടന്നത് കോൺഗ്രസ് നേതാവിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ. പ്രശ്നങ്ങൾ പരിഹരിച്ചു. ഭാര്യയുമായി ഒന്നിച്ച് ജീവിക്കണം. കേസ് റദ്ദാക്കണമെന്നാവശ്യമായി പന്തീരങ്കാവ് കേസ് പ്രതി ഹൈക്കോടതിയിൽ. അമ്മ പ്രസിഡന്റായി വീണ്ടും മോഹൻലാൽ. വൃദ്ധനല്ലേ മരിച്ചത്, ചെറുപ്പക്കാരനല്ലല്ലോ. വിവാദ പരാമർശവുമായി സുധാകരൻ. മന്ത്രി വീണ ജോർജിന്റെ കുവൈറ്റ് യാത്ര നിഷേധിച്ച നടപടി അത്യന്തം ദൗർഭാഗ്യകരം. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ചൈനീസ് യാത്രാനുഭവങ്ങൾ പങ്കുവച്ച് വായനാ മാസാചരണത്തിന് തുടക്കമായി. വിശദമായ വാർത്തകളിൽ പോകാം. ഇരഞ്ഞോളിയിൽ പറമ്പിൽ നിന്ന് തേങ്ങ ശേഖരിക്കുന്നതിനിടെയുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ വയോധികൻ കൊല്ലപ്പെട്ടത് കോൺഗ്രസ് നേതാവിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് വെച്ച്. കോൺഗ്രസ് നേതാവ് പരേതനായ കണ്ണോളി മോഹൻദാസിൻ്റെതാണ് സ്ഫോടനം നടന്ന വീട്. ഇതിന് സമീപമാണ് കോൺഗ്രസ് ഓഫീസ്. കോൺഗ്രസിനും BJPക്കും സ്വാധീനമുള്ള പ്രദേശത്താണ് സ്ഫോടനം നടന്നത്. എരഞ്ഞോളി കുടക്കുളത്തെ ആയിനിയാട്ട് വേലായുധനാണ് സ്ഫോടനത്തിൽ മരിച്ചത്. തേങ്ങ പൊറുക്കുന്നതിനിടയിൽ ലഭിച്ച സ്റ്റീൽ കണ്ടെയ്നർ തുറക്കുന്നതിനിടെയാണ് പൊട്ടിത്തെറിയുണ്ടായത്. ഈ പറമ്പിൽ നിന്നാണോ ഇടവഴിയിൽ നിന്നാണോ സ്റ്റീൽ സാമഗ്രി ലഭിച്ചതെന്ന് അന്വേഷണത്തിലൂടെ വെളിപ്പെട്ടു. 50ഓളം വീടുകളുള്ള ഈ പ്രദേശത്ത് ബഹുഭൂരിപക്ഷവും കോൺഗ്രസ് BJP അനുഭാവികളുടേതാണ്. ഏതാനും വർഷത്തിനിടയിലെ ബോംബ് സ്ഫോടനത്തിലും അക്രമത്തിലും പ്രതികളായവരുടെ ക്രൈം റെക്കോർഡ് പരിശോധിച്ചാലും പ്രതിസ്ഥാനത്ത് കോൺഗ്രസ് BJP പ്രവർത്തകരാണ്. തൃശൂർ ഗുരുവായൂർ സ്വദേശിയും കർഷക തൊഴിലാളിയുമായ വേലായുധൻ തൊഴിൽ തേടി തലശ്ശേരിയിലെത്തിയതാണ്. വർഷങ്ങളായി എരഞ്ഞോളി പഞ്ചായത്തിലെ കുടക്കുളത്താണ് താമസം. ആൾപ്പാർപ്പില്ലാതെ വീട്ടുപറമ്പിൽ നിന്ന് വീഴുന്ന തേങ്ങ ഇദ്ദേഹം ശേഖരിക്കാറുണ്ട്. ഇടയ്ക്ക് കോൺഗ്രസ് നേതാവിൻ്റെ പറമ്പിലും എത്തും. ഒറ്റപ്പെട്ട പ്രദേശമോ വീടോ അല്ലിത്. ചുറ്റുപാടും വീടുകളുണ്ട്. രാത്രിയായാലും പകലായാലും ആര് പറമ്പിൽ കയറിയാലും സമീപവാസികൾ അറിയാതെ പോകില്ല. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രദേശത്തെ അടച്ചിട്ട വീടുകളിലെ കാട് പിടിച്ച സ്ഥലങ്ങളിലും ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെ പോലീസ് പരിശോധന നടത്തി. വേലായുധന്റെ മൃതദേഹം കുണ്ടൻചിറ വാതക ശ്മശാനത്തിൽ സംസ്കരിച്ചു. എരഞ്ഞോളിയിൽ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച് വൃദ്ധൻ മരിച്ച സംഭവത്തിൽ വിവാദ പരാമർശവുമായി KPCC അധ്യക്ഷൻ K. സുധാകരൻ. വൃദ്ധനല്ലേ മരിച്ചത്, ചെറുപ്പക്കാരനല്ലോ എന്നായിരുന്നു സുധാകരന്റെ പ്രതികരണം. ബോംബ് ഇനിയും പൊട്ടാനുണ്ടെന്നും എന്നിട്ട് പറയാമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. DCC ഓഫീസിൽ ബോംബ് പ്രദർശിപ്പിച്ചതിനെക്കുറിച്ചുള്ള ചോദ്യത്തോടും സുധാകരൻ പ്രതികരിച്ചില്ല. വിവാദ പരാമർശം ചർച്ചയായതോടെ വീണ്ടും മാധ്യമങ്ങളെ കണ്ട സുധാകരൻ DCC ഓഫീസിൽ ബോംബ് പ്രദർശിപ്പിച്ചിട്ടില്ലെന്നും കോൺഗ്രസ് ആരെയും ബോംബെറിഞ്ഞിട്ടില്ലെന്നും കൊന്നിട്ടുമെന്നും പ്രതികരിച്ചു. സമുദ്രാന്തര മേഖലയിലേക്ക് ആവശ്യമായ വിവിധ പ്രതിരോധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകുന്നതിനായി പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണിന് ഇന്ത്യൻ നാവികസേനയിൽ നിന്നും 97 കോടി രൂപയുടെ പുതിയ ഓർഡർ ലഭിച്ചു. കെൽട്രോണിന്റെ തിരുവനന്തപുരം കരക്കുളത്തുള്ള കെൽട്രോൺ എക്യുപ്മെന്റ് കോംപ്ലക്സ്, അരിയിലുള്ള കെൽട്രോൺ കോൺഗ്രസ് സബ്സിഡിയറി കമ്പനിയായ കെൽട്രോൺ ഇലക്ട്രോ സെറാമിക്സ് ലിമിറ്റഡ് എന്നീ യൂണിറ്റുകളാണ് ഓർഡർ അനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ നാവികസേനയ്ക്ക് നിർമ്മിച്ചു നൽകുന്നത്. നാവികസേനയിൽ നിന്നും തന്ത്രപ്രധാന ഉപകരണങ്ങൾക്കുള്ള ഓർഡറുകൾ തുടർച്ചയായി ലഭിക്കുന്നത് കെൽട്രോൺ കൈവരിച്ച പ്രവർത്തന മികവിന്റെ ഫലമായാണെന്ന് വ്യവസായ മന്ത്രി P. രാജീവ് പറഞ്ഞു. സോണർ അറകൾക്കു വേണ്ടി കെൽട്രോൺ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത ഫ്രീക്വൻസി പ്രോസസ്സിംഗ് മൊഡ്യൂളുകളാണ് ഈ ഓർഡറിൽ പ്രധാനപ്പെട്ടവ. അന്തർവാഹിനികളെയും കപ്പലുകളെയും കണ്ടെത്തുന്നതിനും തിരിച്ചറിയുന്നതിനും വേണ്ടിയുള്ള സംവിധാനമാണ് സോണാറുകൾ. കെൽട്രോൺ നിർമ്മിച്ചു നൽകിയ പ്രോട്ടോടൈപ്പുകൾ പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പാക്കിയ ശേഷം നിലവിൽ 2 പ്രോസസ്സിംഗ് മൊഡ്യൂളുകൾക്കാണ് ഓർഡർ നൽകിയിട്ടുള്ളത്. കൂടുതൽ ദൂരത്തിലുള്ള ടാർഗറ്റുകൾ കണ്ടെത്തുന്നതിന് കെൽട്രോണിന്റെ ലോ ഫ്രീക്വൻസി പ്രോസസ്സിംഗ് മൊഡ്യൂളുകൾ സഹായകമാകും. ഉപയോഗിച്ച് മികവ് തെളിയിക്കുന്നതോടെ സമുദ്രാന്തർ സാങ്കേതിക സംവിധാനങ്ങളിൽ ഈ മൊഡ്യൂളുകൾക്ക് അനവധി സാധ്യതകൾ ഭാവിയിൽ ഉണ്ടാവുകയും ചെയ്യും. ഇതോടൊപ്പം നാവികസേനയുടെ വിവിധതരം കപ്പലുകളിൽ സ്ഥാപിക്കുന്നതിന് സമുദ്രജലത്തിന്റെ ആഴം അളക്കുന്നതിനുള്ള എക്കോ സൗണ്ടർ കപ്പലുകളുടെയും മറ്റു വേഗം കണക്കാക്കുന്നതിനുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ലോഗോ ടാറ്റ ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റുകൾ, ആന്റി സബ്മറൈൻ ഷാലോ വാട്ടർ ക്രാഫ്റ്റുകൾക്കുള്ള സോണാറി ആവശ്യമായ പവർ ആംപ്ലിഫയറുകൾ തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഈ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ കെൽട്രോൺ നിർമ്മിച്ചു നൽകും. കഴിഞ്ഞ 25 വർഷമായി പ്രതിരോധ ഇലക്ട്രോണിക്സ് മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന കെൽട്രോൺ പ്രത്യേകമായി ഇന്ത്യൻ നാവികസേനയ്ക്ക് അണ്ടർ വാട്ടർ ഉപകരണങ്ങൾ നിർമ്മിച്ചു വരുന്നതിൽ മുൻപന്തിയിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ്. ഡിഫൻസ് മേഖലയിൽ നിന്നും അനവധി മികച്ച ഓർഡറുകൾ കെൽട്രോൺ പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. പന്തീരങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ വീണ്ടും വഴിത്തിരിവ്.
കേസ് റദ്ദാക്കണമെന്ന ആവശ്യവുമായി പ്രതി രാഹുൽ ഹൈക്കോടതി സമീപിച്ചു. ഭാര്യയുമായുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറി. ഭാര്യയോടൊപ്പം ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചു. ഭാര്യയുടെ സത്യവാങ്മൂലം മാനിച്ചു തനിക്കെതിരായ കേസ് റദ്ദാക്കണമെന്നാണ് രാഹുൽ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടത്. ഹർജി പരിഗണിച്ച ഹൈക്കോടതി പോലീസിനും പരാതിക്കാരിക്കും നോട്ടീസ് അയക്കാൻ നിർദ്ദേശിച്ചു. ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ച് കേസ് പിന്നീട് പരിഗണിക്കാനായി മാറ്റി. സ്ത്രീധനത്തിന്റെ പേരിലാണ് ഭർത്താവ് രാഹുൽ തന്നെ മർദ്ദിച്ചതെന്ന കാര്യങ്ങളടക്കം കള്ളമാണെന്നും വീട്ടുകാർ ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞതെന്നും യുവതി യൂട്യൂബ് വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയിരുന്നു. അഭിഭാഷകൻ പറഞ്ഞത് അനുസരിച്ചാണ് സ്ത്രീധനം ആവശ്യപ്പെട്ടെന്ന ആരോപണം ഉന്നയിച്ചതെന്നും വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഭർത്താവ് രാഹുൽ സ്ത്രീധനം ചോദിച്ചിട്ടില്ല. തന്റെ കുടുംബമാണ് സ്ത്രീധനം അങ്ങോട്ട് നൽകാമെന്ന് പറഞ്ഞത്. രാഹുലുമായുള്ള വിവാഹത്തിന് ബന്ധുക്കൾക്ക് അസൂയ ഉണ്ടായിരുന്നു. പ്രശ്നം ഇളയച്ചനും ബന്ധുക്കളും ചേർന്ന് വഷളാക്കുകയായിരുന്നു. പരാതിയില്ല, താൻ പറഞ്ഞതുകൊണ്ടാണ് പന്തീരംഗം സ്റ്റേഷനിലെ പോലീസ് കേസെടുക്കുന്നത്. അവിടെ വെച്ച് രാഹുലിന്റെ കൂടെ പോകണമെന്നായിരുന്നു എൻ്റെ നിലപാട്. എന്നാൽ അച്ഛൻ്റെ സമ്മർദ്ദം കാരണമാണ് കുടുംബത്തിനൊപ്പം പോന്നത്. വീട്ടുകാർ നിർബന്ധിച്ച് തന്നെ കൊണ്ടുപോവുകയാണ് ചെയ്തതെന്നും യുവതി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. സാഹിത്യകൃതികൾ അനുഭവങ്ങളുടെ മഹാസമുദ്രം. ഇബ്രാഹിം വെങ്ങര സാഹിത്യകൃതികൾ കെട്ടി നിർത്തിയ തടാകമല്ല, അനുഭവങ്ങളുടെ മഹാസമുദ്രമാണെന്ന് പ്രശസ്ത നാടകകൃത്തും സംവിധായകനുമായ ഇബ്രാഹിം വെങ്ങര പറഞ്ഞു. ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാതല വായനാ ദിനാഘോഷ പരിപാടിയിൽ വിശിഷ്ട അതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനുഭവങ്ങളുടെ ഈ മഹാസമുദ്രത്തെ അറിയാൻ വായന ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കഠിനമായ ജീവിതം വഴിതാണ്ടി നാടക രചയിതാവും സംവിധായകനുമാകാൻ വായന എങ്ങനെ സഹായിച്ചുവെന്ന അനുഭവം അദ്ദേഹം പങ്കുവച്ചു. നല്ല ഭക്ഷണം എങ്ങനെ ആരോഗ്യപ്രദാനം ചെയ്യുന്നുവോ അതുപോലെ നല്ല വായന ബുദ്ധിപരമായ വികസനത്തിന് ഏറെ പ്രയോജനകരമാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ അഭിപ്രായപ്പെട്ടു. അനുഭവങ്ങളുടെ വ്യത്യസ്ത ലോകമാണ് ഓരോ പുസ്തകങ്ങളും പകർന്നു നൽകുന്നത്. ഗ്രന്ഥകാരൻ നേരിൽ വന്ന് നമ്മളോട് തന്റെ അനുഭവം പങ്കുവെക്കുന്നതായി കണ്ടുവേണം നമ്മൾ പുസ്തകങ്ങൾ വായിക്കാൻ, കളക്ടർ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി കെ വിജയൻ വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പി എൻ പണിക്കർ അനുസ്മരണ പ്രഭാഷണം പി കെ പത്മരാജൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി ബിജു, എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ സുരേഷൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു അരവിന്ദ്, ജില്ലാ കളക്ടർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഇ കെ പത്മനാഭൻ, DDE ഇൻചാർജ് കെ എസ് ബിജീഷ്, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ വി സ്വാതി, SSK ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ EC വിനോദ്, വിദ്യാകിരണം മിഷൻ ജില്ലാ കോർഡിനേറ്റർ KC സുധീർ, DEO ഇൻചാർജ് OC പ്രസന്നകുമാരി, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി പ്രശാന്ത് കുമാർ, PTA പ്രസിഡന്റ് MV നികേഷ്, സ്കൂൾ പ്രിൻസിപ്പൽ ടി പ്രസീത, സ്കൂൾ ഹെഡ് മിസ്ട്രസ് നയന, ഹെഡ് മിസ്ട്രസ് ഇൻചാർജ് കെ റുക്സാന എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. ചൈനീസ് യാത്രാനുഭവങ്ങൾ പങ്കുവച്ച് വായനാ മാസാചരണത്തിന് തുടക്കമായി. കണ്ണൂർ APJ അബ്ദുൽ കലാം ലൈബ്രറിയും ലൈബ്രറി കൗൺസിൽ നോർത്ത് നേതൃസമിതിയും ചേർന്ന് APJ ലൈബ്രറിയിൽ സംഘടിപ്പിച്ച പരിപാടിയാണ് കഴിഞ്ഞ ദിവസം ചൈന സന്ദർശിച്ചു തിരിച്ചെത്തിയ AB ശോഭന ദേവി യാത്രാ അനുഭവങ്ങൾ പങ്കുവച്ചത്. PN പണിക്കരെ അനുസ്മരിച്ചുകൊണ്ട് ബാലകൃഷ്ണൻ കൊയ്യാൽ സംസാരിച്ചു. NGO കോൺഫെഡറേഷൻ നൽകിയ 60,000 രൂപയുടെ ക്യാമറയും 20,000 രൂപയുടെ 40 കസാരയും ജില്ലാ വൈസ് പ്രസിഡന്റ് സണ്ണി ആശാരിപ്പറമ്പിൽ നിന്നും APJ ലൈബ്രറി പ്രസിഡന്റ് K ജയരാജൻ ഏറ്റുവാങ്ങി. ലൈബ്രറി കൗൺസിൽ കണ്ണൂർ നോർത്ത് നേതൃസമിതി കൺവീനർ EK സിറാജ് അധ്യക്ഷനായി. വിവിധ സംഘടനാ പ്രതിനിധികളായ SH ഷെറിൻ, ജസീർ റജി, BP സജീദ്, പ്രദീപൻ തൈക്കണ്ടി എന്നിവർ സംസാരിച്ചു. PK ബൈജു സ്വാഗതവും KV തമ്പ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. കാനങ്ങാട് മുനിസിപ്പൽ ലൈബ്രറി വായനാ വാരാചരണത്തിന് തുടക്കമായി. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരനും പ്രധാന പ്രവർത്തകനുമായിരുന്ന PN പണിക്കരുടെ സ്മരണയിൽ കാനങ്ങാട് മുനിസിപ്പൽ ലൈബ്രറി വായനാ ദിനം സമുചിതമായി ആചരിച്ചു. ജൂൺ 19 മുതൽ 25 വരെയുള്ള വാരാചരണത്തിന് തുടക്കമായി. നഗരസഭ ടൗൺ ഹാളിൽ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. പുതിയ കാലത്തെ വായന എന്ന വിഷയത്തിൽ സുജിത് കോടക്കാട് പ്രഭാഷണം നടത്തി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K പ്രഭാവതി അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K ലത, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KV സരസ്വതി എന്നിവർ സംസാരിച്ചു. മുനിസിപ്പൽ ലൈബ്രറി കമ്മിറ്റി കൺവീനർ K രവീന്ദ്രൻ സ്വാഗതം, ലൈബ്രറി കമ്മിറ്റി അംഗം ഫസിയ ഷെരീഫ് നന്ദിയും പറഞ്ഞു. മുനിസിപ്പൽ
ലൈബ്രറിയുടെ വായനാചാരണത്തിന്റെ ഭാഗമായി ജൂൺ 19 മുതൽ 25 വരെ പുസ്തക അവലോകനം ഓൺലൈനായി നടത്തും. CV ബാലകൃഷ്ണൻ, U പ്രസന്നകുമാരി, OP സുരേഷ്, ഡോക്ടർ KV സജീവൻ, സംഗീത T, പുഷ്പകാരൻ ബേണ്ടിച്ചാൽ, ഡോക്ടർ P മഞ്ജുള എന്നിവർ പങ്കെടുത്തു. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ വില്ലേജ് സെക്രട്ടറിയും നവപ്രഭ വായനശാല ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന സഖാവ് P പ്രദീപിന്റെ അനുസ്മരണ പരിപാടി ഇജക്കങ്ങ ഏരിയ സെക്രട്ടറി സഖാവ് K ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. സുരേഷൻ ഇജക്കങ്ങ ലോക്കൽ സെക്രട്ടറി P കുട്ടികൃഷ്ണൻ, M ബാലകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. A പങ്കജാക്ഷൻ സ്വാഗതവും വായനശാല പ്രസിഡന്റ് MP ശശിധരൻ അധ്യക്ഷത വഹിച്ചു. പണം ചോദിച്ചിട്ട് കൊടുക്കാത്ത വിരോധത്തിൽ പിതാവിനെ കത്തിക്കൊണ്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം. കേസിൽ മകൻ അറസ്റ്റിൽ. കണ്ണൂർ സിറ്റി തയ്യിൽ സാന്ദ്ര നിവാസിലോ ഷാരോണിനെയാണ് സിറ്റി സ്റ്റേഷൻ പോലീസ് ഇൻസ്പെക്ടർ കൈലാസ് നാഥ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇന്നലെ ഉച്ചയ്ക്ക് 12:45 സംഭവം. പണം ചോദിച്ചത് കൊടുക്കാത്തതിനെ തുടർന്ന് പ്രതി റിട്ടയർഡ് ജീവനക്കാരനായ പിതാവ് RS ജോസിനെ മർദ്ദിക്കുകയും കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ കത്തിയുമായി എത്തി അപായപ്പെടുത്താൻ ശ്രമിക്കുകയും തടയാൻ ചെന്ന മാതാവിനെ തല്ലിയിടുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് പരാതിയിൽ കേസെടുത്ത സിറ്റി പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഓലപ്പുര സാഹിത്യ പുരസ്കാരം സിനാഷിക്ക് സമ്മാനിച്ചു. കേരളത്തിന് മാതൃകയാവുകയാണ് ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1998 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ. ഓലപ്പുര എന്ന പൂർവ്വ വിദ്യാർത്ഥി സമന്വയ വേദി സംസ്ഥാന തലത്തിൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾ പ്രസിദ്ധീകരിച്ച മികച്ച കവിതാ പുസ്തകത്തിന് ഓലപ്പുര സാഹിത്യ പുരസ്കാരം വായനാ ദിനത്തിൽ സമ്മാനിച്ചു. കാസർഗോഡ് ജില്ലയിലെ ബല്ല ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥിയായ സിനാഷിക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ സമ്മാനിച്ചു. പ്രത്യേക ജൂറി പുരസ്കാരം പാലക്കാട് ജില്ലയിലെ പൊമ്പ്ര UP സ്കൂൾ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി അൽഹസീന് സമ്മാനിച്ചു. ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TP ഫാത്തിമ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥസായി കൃഷ്ണ വിശിഷ്ടാതിഥിയായിരുന്നു. എഴുത്തുകാരൻ സുകുമാരൻ പെരിയപ്പൂർ വായനാ ദിനാഘോഷം സന്ദേശം നൽകി. ചടങ്ങിൽ ഇരിക്കൂർ EO ഗിരീഷ് മോഹനൻ, പ്രിൻസിപ്പൽ റീന, ഹെഡ് മിനിസ്ട്രസ് VC ശൈലജ, PTA പ്രസിഡന്റ് അബ്ദുള്ള ഹജ്ജെ, മുരളീധരൻ പട്ടാനൂർ, MV മുരളീധരൻ, മനോജ് കല്യാട്, MP ജലീൽ, CK നിഷാർ റാണി, VV സുനേഷ്, പ്രീത ശിവദാസൻ, ബിജു വട്ടക്കിൽ, വിജേഷ് ഉരത്തൂർ, അനീഷ് ഉത്രാടം, സുനിൽ കുമാർ ബ്ലാത്തൂർ, സോജ, ജാനകി കിണ്ടിയാൻ എന്നിവർ സംസാരിച്ചു. മംഗഫിലുണ്ടായ തീപിടുത്ത ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് കുവൈറ്റ് യാത്രയ്ക്കുള്ള പൊളിറ്റിക്കൽ ക്ലിയറൻസ് നിഷേധിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുവൈറ്റിലെ മംഗഫിൽ 2024 ജൂൺ 12 ഉണ്ടായ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരിൽ പകുതിയും കേരളീയരായിരുന്നുവെന്നും അതിനാലാണ് ദുരന്തത്തിന്റെ വ്യാപ്തിയും ഗൗരവവും കണക്കിലെടുത്ത് സംസ്ഥാനത്തെ ഒരു മന്ത്രിയെത്തുന്ന കുവൈറ്റിലേക്ക് അയക്കുവാൻ കേരള മന്ത്രിസഭ തീരുമാനിച്ചതെന്നും മുഖ്യമന്ത്രി കത്തിൽ സൂചിപ്പിച്ചു. കേരള ആരോഗ്യമന്ത്രിയുടെ കുവൈറ്റിലെ സാന്നിധ്യം അവിടെ അതിനകം എത്തിയിരുന്ന കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയോടും മറ്റ് അധികാരികളോടും ഇന്ത്യൻ എംബസിയോടും ബന്ധപ്പെട്ട് നടപടികൾ ഏകോപിപ്പിക്കുന്നതിന് സഹായകരമായിരുന്നു. ദുരന്തനിരയായവരുടെ കുടുംബങ്ങൾക്ക് മാനസിക പിന്തുണയും ആത്മവിശ്വാസം ഉറപ്പിക്കുന്നതിനും സഹായകമായിരുന്നു. എന്നാൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് ലഭ്യമാക്കാതിരുന്നത് മൂലം കേരള ആരോഗ്യമന്ത്രിയുടെ കുവൈറ്റ് സന്ദർശനം നടക്കാതെ പോയത് അത്യന്തം ദൗർഭാഗ്യകരമാണ്. സംസ്ഥാന സർക്കാർ എന്ന നിലയിലുള്ള ഉത്തരവാദിത്തത്തിൽ നിറവേറ്റുന്നതിന് കേന്ദ്ര സർക്കാർ പൊളിറ്റിക്കൽ ക്ലിയറൻസ് നിരസിക്കുന്നത് തടസ്സമാകുന്നുവെന്നും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. ആരോഗ്യകരമായ സഹകരണം ഫെഡറലിസം ഉറപ്പുവരുത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള പരസ്പര ബഹുമാനവും വിശ്വാസവും അനിവാര്യമായതിനാൽ ഭാവിയിൽ ഇത്തരം അവസരങ്ങളിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സംസ്ഥാനങ്ങളോട് ഉത്തരവാദിത്തത്തോടെ പ്രതികരിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും കത്തിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. വായനാ ദിനത്തിൽ ആസാദി മീഡിയയുടെ കണ്ണിൽ കണ്ട ഒരു വായന കവിത. കവയിത്രി സ്മിത അജയൻ. വായന. അവരും പറഞ്ഞു വായന മരിച്ചെന്ന്, ഇവരും പറഞ്ഞു വായന മരിച്ചെന്ന്, കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനും പറഞ്ഞു വായന മരിച്ചെന്ന്. മരണാനന്തര ചടങ്ങുകൾക്ക് തിടുക്കം കൂട്ടുന്ന മനുഷ്യനോട് മനസ്സാക്ഷി ചോദിച്ചു, ഹേ മനുഷ്യ, ആരു പറഞ്ഞു വായന മരിച്ചെന്ന്? മരിച്ചത് വായനയോ വായിക്കാനുള്ള നിന്റെ മനസ്സോ?
തല കുനിക്കേണ്ട നേരാണ്, കാലത്തിന് നേരമില്ല, ഇതെങ്കിലും നീ വായിച്ചല്ലോ, പിന്നെങ്ങനെയാണ് വായന മരിക്കുന്നത്, പിന്നെങ്ങനെയാണ് വായന മരിക്കുന്നത്. അമ്മ പ്രസിഡന്റായി 3ാം തവണയും മോഹൻലാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് മത്സരം നടക്കുകയാണ്. ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥികൾ സിദ്ദിഖ്, കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ. വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ ജഗദീഷ്, ജയൻ ചേർത്തല, മഞ്ജു പിള്ള എന്നിവരാണ് മത്സരരംഗത്തുള്ളത്. ബ്രൂസെല്ലോസിസ് കൺട്രോൾ പ്രോഗ്രാം 2ാം ഘട്ടം ഉദ്ഘാടനം. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായ ബ്രൂസെല്ലോസിസ് കൺട്രോൾ പ്രോഗ്രാം 2ാം ഘട്ടത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ നാളെ രാവിലെ 10 മണിക്ക് ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിൽ നിർവഹിക്കും. ഈ പദ്ധതിയുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ 4 മുതൽ 8 മാസം പ്രായമായ പശുക്കുട്ടികളിലും എരുമക്കുട്ടികളും ബ്രൂസെല്ലോസിസ് രോഗത്തിനുള്ള പ്രതിരോധ കുത്തിവയ്പ് നടക്കും. നാളെ മുതൽ 25 വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ വാക്സിനേഷൻ ക്യാമ്പുകൾ വഴിയാണ് പ്രധാനമായും കുത്തിവയ്പ് നടത്തുന്നത്. ഈ അവസരം എല്ലാ കർഷകരും ഉപയോഗപ്പെടുത്തണമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 21 രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള അഭിമുഖം നടത്തുന്നു. നഴ്സറി ടീച്ചേഴ്സ്, PG ടീച്ചേഴ്സ്, സീനിയർ അക്കൗണ്ടന്റ്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, ഡ്രൈവർ, ഹെവി ക്ലീനിംഗ് അറ്റൻഡർ, സ്കൂൾ റെസ്റ്റോറൻറ്റ് മാനേജർ, അസിസ്റ്റന്റ് റെസ്റ്റോറൻറ്റ് മാനേജർ, ഷിഫ്റ്റ് മാനേജർ, ടീം മെമ്പർ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചൽ കാർഡിൻ്റെ പകർപ്പും 250 രൂപയും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം എംപ്ലോയ്മെൻറ്റ് സെൻറ്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. നിലവിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കും രജിസ്ട്രേഷൻ സ്ലിപ്പ് സഹിതം വന്ന് പങ്കെടുക്കാവുന്നതാണ്. ജില്ലാ പ്രവാസി പരാതി പരിഹാര കമ്മിറ്റിയുടെ ജൂലൈയിൽ ചേരുന്ന യോഗത്തിൽ കമ്മിറ്റി മുഖേ അപേക്ഷ പരാതി സമർപ്പിക്കുവാൻ താല്പര്യമുള്ള പ്രവാസികൾക്ക് 25 വൈകിട്ട് 5 മണി വരെയും സമർപ്പിക്കാം. വിലാസം: കൺവീനർ, ഡെപ്യൂട്ടി ഡയറക്ടർ, കണ്ണൂർ ജില്ലാ പ്രവാസി പരാതി പരിഹാര കമ്മിറ്റി, സിവിൽ സ്റ്റേഷൻ അനക്സ്, കണ്ണൂർ. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് കണ്ണൂർ ജില്ലാ യുവജന കേന്ദ്രം സംഘടിപ്പിക്കുന്ന ജില്ലാതല ശാസ്ത്ര ക്വിസ് മത്സരം നാളെ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ ഉദ്ഘാടനം ചെയ്യും. 11 നിയോജക മണ്ഡലങ്ങളിൽ നിന്നും വിജയികളായ 2 പേരടങ്ങുന്ന ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുക. ജില്ലാതലത്തിൽ നിന്നും വിജയികളായ ടീമിന് സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. സംസ്ഥാനതല മത്സരത്തിൽ വിജയികളായ 1, 2, 3 സ്ഥാനക്കാർക്ക് യഥാക്രമം 1,50,000 രൂപ എന്നിങ്ങനെ ക്യാഷ് അവാർഡ് ലഭിക്കും. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.